പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ ഉപകാരങ്ങൾ ഈ ചാനലിലൂടെ പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പന് എനിക്ക് കൃപ തന്നതിനായി വീണ്ടും എന്റെ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. എന്റെ ബാല്യകാലം ഞാനൊരു സുവിശേഷകന്റെ മകളായിട്ടാണ് ജനിച്ചത്. എന്റെ വീട് കോട്ടയം ആണ്. എന്റെ മാതാപിതാക്കൾ സുവിശേഷ വേലക്കാരും. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങളായിരുന്നു. ഞങ്ങൾ 5 കുട്ടികളാണ്. അതിൽ 4ാമത്തെ മകളായി ജനിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ ചെയ്തു. എന്റെ ബാല്യ ജീവിതം മുഴുവൻ പാഴ്സനേജുകളിലായിരുന്നു. വളരെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതം നയിച്ചു പോന്നു. എന്നാൽ ഇന്നുള്ളതുപോലെയല്ല. അന്നത്തെ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ എൻ്റെ പ്രിയ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ ശേഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടതായ ഒരു കഴിവോ പ്രാപ്തിയോ എൻ്റെ മാതാവിനില്ലായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് ഞങ്ങളെ വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ പഠിപ്പിച്ചും കർത്താവിന് വേണ്ടി നിർത്തുവാനും ഇടയാക്കി തീർത്തു. സ്തോത്രം. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പായിപ്പാട് കോളേജിൽ ദൈവവചനം പഠിക്കുവാൻ 2 വർഷക്കാലം കർത്താവ് എന്നെ സഹായിച്ചു. അവിടെ നിന്ന് ഒരു ലേഡീസ് ടീം ബീഹാറിലേക്ക് പോകുന്നു എന്നുള്ളതായ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാനും അതിൽ എൻ്റെ പേര് കൊടുക്കുവാൻ കൊണ്ടയായി തീർന്നു. ആ ഗ്രൂപ്പിനോട് ബന്ധത്തിൽ എനിക്ക് ബീഹാറിൽ 95 ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെയും എനിക്ക് ഇവിടെ നിൽക്കുവാനും സ്വർഗത്തിലെ അപ്പൻ കൃപ തന്നു. ഞങ്ങൾ 5 പെൺകുട്ടികളും ഒരു ലീഡറുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും 2 വർഷം 1 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോയി. എന്നാൽ ഇതുവരെയും ദൈവം എന്നെ നിർത്തി. 4 വർഷങ്ങൾക്ക് ശേഷം എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. തിരുവല്ലയിൽ മേപ്രാൽ എന്ന സ്ഥലത്തുള്ള ഒരു ദൈവദാസൻ പാസ്റ്റർ സുരേഷ് ടിസിയുമായി എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. അതിന്റെ ശേഷം 4 വർഷത്തോളം ഞങ്ങൾക്ക് തലമുറകളില്ലാതെ ഭാരപ്പെട്ടു. ലോക വൈദ്യന്മാരിൽ ഞങ്ങൾ ആശ്രയിച്ചു. വളരെ പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ഞങ്ങൾക്ക് 2 പേർക്കും പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ അവിടെ അത്ഭുതകരമായ ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഓപ്പറേഷൻ ചെയ്യുവാൻ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തതിന്റെ ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ദൈവത്തിന്റെ ദാസനിൽ കൂടെ എന്നോട് കർത്താവ് സംസാരിക്കുവാനിടയായി തീർന്നു. എനിക്ക് തലമുറയെ കർത്താവ് തരും, ഒരു ശമൂവേൽ ബാലനെ തരും. എന്നാൽ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഏതായാലും തൽക്കാലം ചെയ്യണ്ട എന്ന ആ ദൈവദാസൻ പറഞ്ഞത് മുഖാന്തരം ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല. ജൂൺ മാസത്തിൽ പോയി അതിന്റെ ശേഷം മടങ്ങി ഇവിടെ വന്ന് ഒക്ടോബർ മാസമായപ്പോൾ എനിക്ക് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ആ ദേവദാസനിലൂടെ ദൈവം ആലോചന അറിയിച്ചതുപോലെ തന്നെ എനിക്ക് കർത്താവ് എന്റെ ഉദരത്തിൽ ഒരു പൈതലിനെ ജന്മം നൽകുവാൻ തക്കവണ്ണം ഉദരത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം തീർന്നു. അത് ഒരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ ആ പൈതലിനെ ഞങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. മോന്റെ പേര് ഞങ്ങൾ ബ്ലസ്സൺ എന്ന് വെച്ചു. കാരണം കർത്താവ് എനിക്ക് അനുഗ്രഹിച്ചു തന്ന പുത്രനായതുകൊണ്ട് ഞാൻ അവന് അങ്ങനെ പേര് വെക്കുവാൻ ഇടയായി തീർന്നു. ബീഹാറിൽ മിഷണറിയായി കടന്നു വന്നപ്പോൾ വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒറ്റപ്പെടലുകൾ വളരെ കടന്നു വന്നു. ഒരു ഗ്രാമങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ നല്ല ചെറിയ പ്രായത്തിലാണ് ഞാൻ ബീഹാറിൽ കടന്നു വന്നത്. ഏകദേശം 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ. ഓരോ ഗ്രാമങ്ങൾ കയറി ഇറങ്ങി കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഭാഷ പഠിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് ബീഹാറിൽ ഒരു സഹോദരിമാർ പോലും പുറത്തിറങ്ങുന്ന സമയമല്ല. എന്നാൽ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട മേഖലകളിലൊക്കെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്തു. അതിന്റെ ശേഷം ഞാനൊരു ഓർഫണേജിനോടുള്ള ബന്ധത്തിൽ, സെമി ഓർഫണേജ് ആയിരുന്നു, ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്തു. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ നമുക്ക് അടുത്ത് കൊണ്ടുവരുവാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് നാറ്റവും അത്രയും വൃത്തികെട്ട വസ്ത്രങ്ങളും ധരിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി
അവരെ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ, എൻ്റെ ഒരു 14 വർഷം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയി. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോറ്റുമ്പോഴും പുലർത്തുമ്പോഴും അത് പ്രത്യേക ദൈവത്തിന്റെ നിയോഗമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഭർത്താവിന് വളരെ അതിമാരകമായ ഒരു രോഗത്താൽ ഭാരപ്പെട്ടു. എന്നെ പോലും അറിയില്ലാത്ത ഒരവസ്ഥ, ഒറ്റ കിടക്കും, എന്നെ അറിയില്ല. അങ്ങനെ ഞാൻ വളരെ വേദനയോടുകൂടെ ആയിരുന്നു. ആ സമയങ്ങളിൽ അത് നടക്കുന്നത് തന്നെ 2008 അപ്പോൾ ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ ജന്മം എടുത്ത സമയമാണ്. ആ കുഞ്ഞിന് 2.5 മാസമുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുന്നത്. ആ സമയത്തും ഞാനൊരു വളരെ രോഗിയായി ഭാരപ്പെട്ടു. എനിക്ക് നടക്കുവാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നടക്കുവാൻ കഴിയില്ല. എൻ്റെ കാലിൽ വളരെ നീരായിട്ട് നടക്കാൻ പറ്റുകയില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയി. എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവാനോ അവരെ നോക്കുവാനോ കഴിയാതെ ഞാൻ ഇരുന്ന് നിരങ്ങി ബാത്റൂമിൽ മറ്റും പോകുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് സഹായിക്കാൻ ആരുമില്ലാതെ ഞാൻ ഒറ്റപ്പെട്ട മേഖലയിൽ എൻ്റെ ഭർത്താവ് ഈ നിലയിൽ കിടക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 7 വയസ്സുള്ള എൻ്റെ മൂത്ത മോനും 2.5 മാസം പ്രായമുള്ള എൻ്റെ മോനും കൂടെ, അവരെ ഓർത്ത് ഞാൻ വളരെ വേദനയോടുകൂടി കരഞ്ഞ നിമിഷങ്ങൾ. എന്ത് ചെയ്യണം കർത്താവേ, ബീഹാറിൽ ഞാൻ കടന്നു വന്നു, ഞാൻ എന്ത് കഷ്ടം സഹിക്കുന്നു ദൈവത്തോട് പറഞ്ഞ ദിനരാത്രങ്ങൾ. അങ്ങനെ എൻ്റെ മാതാവിനും എൻ്റെ സഹോദരിക്കും കേരളത്തിൽ നിന്ന് അവരിവിടെ കടന്നു വന്ന് എന്നെ കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങിപ്പോയി. ഏകദേശം 7 മാസത്തോളം ഞാൻ എൻ്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടി. ആ സമയത്ത് എനിക്ക് ആരും സഹായമില്ല. ഇവിടെ നിന്ന് കടന്നു പോയെങ്കിലും ഭവനത്തിലെ അവസ്ഥകൾ എനിക്ക് അതിലും വ്യത്യസ്തമായി തോന്നി. എനിക്ക് വളരെ വേദന തോന്നിയ അനുഭവങ്ങൾ. എന്നാൽ വീണ്ടും ബീഹാറിലേക്ക് മടങ്ങി വരണം എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ എൻ്റെ ഭർത്താവുമായി ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എന്നാൽ എനിക്കൊരു സൗഖ്യമോ എൻ്റെ ഭർത്താവിനൊരു വിടുതലോ ലഭിക്കാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എനിക്കും നടക്കുവാൻ കഴിയുന്നില്ല. എന്നെക്കാൾ ഉപരി എൻ്റെ ഭർത്താവ് എന്നെ അറിയാത്തൊരവസ്ഥ. അങ്ങനെ ഒരേ കിടക്കും. ആ അവസ്ഥയിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. എങ്കിലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് കൃപ തന്നു. ഉപവാസവും പ്രാർത്ഥനയുമായി ഞാൻ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. രാത്രിയിൽ 3 പേര് കിടക്കുമ്പോൾ അവരുടെ ബെഡിന്റെ താഴെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് കരഞ്ഞു പറയും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിൽ പോകേണ്ട ഞാൻ ഇവിടെ ഈ അവസ്ഥയിൽ എന്ത് കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് ഒരു വചനത്തിൻ്റെതായ കാര്യങ്ങൾ പറയുവാൻ തക്കമിടയായി തീർന്നു. സ്തോത്രം. ഇരമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുന്നു എങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് വചനം തന്നപ്പോൾ ഞാൻ വളരെ ആ വചനത്തിൽ ഉറയ്ക്കുവാൻ തക്കമിടയായി തീർന്നു. ദൈവം എനിക്ക് നൽകി തന്ന ഹല്ലേലൂയ ആ വചനം എന്റെ ജീവിതത്തെ വളരെ മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന, എന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പൈശാചിക ബന്ധനമായിരുന്നു എന്റെ ഭർത്താവിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായി കർത്താവ് തന്നെ വിടുവിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നു. അങ്ങനെ എനിക്ക് വീണ്ടും ബീഹാറിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ ചെയ്തു. 2 കുഞ്ഞുങ്ങളും ഭർത്താവുമായി ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ തുടരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. എന്റെ ഭർത്താവ് പൂർണ്ണ സൗഖ്യമുള്ളവനായി. ഒരു ബൈക്ക് ഓടിച്ച് അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല, ഒരാള് കൂടെ ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് 100 കിലോമീറ്ററും 60 കിലോമീറ്ററും ഒക്കെ ബൈക്ക് യാത്ര ചെയ്ത് ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആരും സഹായിപ്പാനില്ലാത്ത അനുഭവങ്ങൾ, ജീവിതത്തിന്റെ മേഖലകളിൽ കൈത്താങ്ങൽ തരുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്ന അനുഭവങ്ങൾ, സുവിശേഷ വേലയിൽ വളരെ കഷ്ടം സഹിച്ച നിമിഷങ്ങൾ, ഒരുപാട് വേദനകൾ കൂടി കടന്നുപോയ നിമിഷങ്ങൾ. പലരും ഞങ്ങളെ കുറ്റപ്പെടുത്തുവാനും കുറ്റം പറയുവാനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവർ മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം നിർത്തിയത് കൊണ്ട്, കർത്താവ് അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചത് കൊണ്ട്, കർത്താവ് ഞങ്ങളെ വിശ്വസ്തനെന്ന് എണ്ണി കർത്താവിന്റെ വേലയ്ക്ക് ആക്കിയത് കൊണ്ട് ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നിർത്തി. ഞാൻ അതുപോലെ തന്നെ ബീഹാറിലേക്ക് കടന്നു പോരുന്നതിന് മുൻപായി കർത്താവ് എന്നോട് ഒരു വാക്യം കൂടെ സംസാരിക്കുവാനിടയായി തീർന്നു. ആ വചനം കൂടെ ഞാൻ വായിക്കുന്ന ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനങ്ങളൊക്കെ കർത്താവിനെ ഉറപ്പിക്കുന്നതായിരുന്നു. സ്തോത്രം.
ഞങ്ങള് ബീഹാറിൽ സഹർഷി എന്ന സ്ഥലത്ത് കർത്താവിന്റെ വയലിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തില് വളരെ കഷ്ടങ്ങൾ കൂടി കടന്നുപോയി. ദാരിദ്ര്യം, പട്ടിണി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കുവാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന സമയങ്ങൾ ഭവനത്തിൽ ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ ഇവിടെ ബീഹാറിൽ ഒരു മോഡി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മലര്, അതാണ് അതിവിടെ ഇവിടുത്തെ ഒരു ഭക്ഷണമാണ്. ആ ഭക്ഷണം ഞാൻ 5 രൂപയ്ക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നൊരു പയ്യൻ കടന്നു വന്ന് 5 രൂപയ്ക്ക് ആ മോഡി വാങ്ങി എൻ്റെ കുഞ്ഞിന് കൊടുത്തു. എൻ്റെ കുഞ്ഞത് പെറുക്കി ആവശ്യത്തോടെ കഴിച്ചപ്പോൾ ഞാൻ വേദനയോടുകൂടി ദൈവത്തെ സ്തുതിച്ചു. കാരണം കർത്താവ് ഇങ്ങനെയും പോറ്റുമല്ലോ. അങ്ങനെ ദൈവം നടത്തിയ ആ വഴികൾ എൻ്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ഞാൻ രോഗിയായി ഭാരപ്പെട്ടപ്പോൾ കർത്താവ് എന്നെ താങ്ങി. ഞാൻ നടക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടു. 27 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ തലവേദനയാല് ഞാൻ അതിഭയങ്കരമായ വേദന സഹിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പലത് കയറി ഇറങ്ങി. എനിക്ക് അതിന് വേണ്ടതായ സൗഖ്യം എനിക്ക് ലഭിച്ചില്ല. ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസൻ കേരളത്തിൽ നിന്ന് ഇവിടെ കടന്നു വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക, കർത്താവ് വിടുതൽ നൽകും. പൂർണ്ണമായ സൗഖ്യം എൻ്റെ അപ്പൻ എനിക്ക് തന്നു. ആ തലവേദന പരിപൂർണ സൗഖ്യം തന്നപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ആ രോഗത്തിന്റെ കെട്ട പൊട്ടി. അങ്ങനെ ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം ആ തലവേദനയിൽ തന്നു. ഇന്ന് വരെ ആ തലവേദന എന്നെ അലട്ടിയിട്ടില്ല. അതെന്നിൽ നിന്ന് പൂർണ്ണമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതേപോലെ തന്നെ ഈ കാലിന്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വളരെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. നടക്കുവാൻ പലപ്പോഴും കഴിയാതെ ഞാൻ ഭാരപ്പെട്ട അനുഭവങ്ങൾ, ഇരുന്ന് നിരങ്ങുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു മെഡിക്കൽ ക്യാമ്പ് വന്ന് ഇവിടെ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾ ഇവിടെ കടന്നു വാ, നിങ്ങളുടെ കാലിന്റെ അത് നമുക്ക് നോക്കാം എന്ന് പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ആ മെഡിക്കൽ ടീമിന്റെ അടുത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ 2 ബക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. എൻ്റെ കാലിൽ ഒരു സിറിഞ്ച് വെച്ചിട്ട് അവരൊരു കുത്തി അതിൽ നിന്ന് കുറച്ച് വിഷാംശങ്ങൾ എടുക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ കാല് നീര് വെച്ചിരിക്കുന്നത് ആ സമയത്ത് ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ്. കാലിൽ ഇങ്ങനെ സിറിഞ്ച് വെച്ചിട്ട് എടുക്കുകയാണ്, ബക്കറ്റ് നിറച്ചെടുക്കുകയാണ് കറുത്ത എന്തോ ദ്രാവകം. അതിന്റെ ശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ കാല് സാധാരണഗതിയിലായി. പൂർണ്ണമായ ഒരു സൗഖ്യം എൻ്റെ കാലിൽ ഉണ്ടാകുവാൻ തക്കവണ്ണയായി തീർന്നു. അന്ന് എൻ്റെ കർത്താവിനെ പൂർണ്ണമായി വിടുവിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോടും എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരോടും പറയുവാൻ തക്കവണ്ണയായി തീർന്നു. അത്ഭുത സൗഖ്യം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ ഈ ബീഹാറിൽ കർത്താവ് എന്നെ നിർത്തി. ഞങ്ങളെ കർത്താവ് സഹായിച്ചു. അറിയാത്ത ഓരോ പുതിയ വഴികള്, പുതിയ കരങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഒരു വാതിൽ അടയുമ്പോൾ അടുത്ത വാതിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ചെറിയ മോന് ഒരു നഴ്സറിയിൽ അഡ്മിഷൻ എടുക്കുവാൻ ബുദ്ധിമുട്ട്. അതിന് 1000 രൂപ അഡ്മിഷൻ കൊടുക്കുവാൻ എനിക്ക് ഇല്ലാഞ്ഞിട്ട് ഒരു വർഷം എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചില്ല. LKG പഠിപ്പിക്കുവാൻ ഞാൻ തന്നെ വീട്ടിലിരുത്തി 1 വർഷം പഠിപ്പിച്ചു. അതിന്റെ ശേഷം പിറ്റേ വർഷം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ എടുത്ത് അതിനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശ്രേഷ്ഠകരമായ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ ചെയ്യുന്നു. എൻ്റെ കഴിവല്ല, എൻ്റെ അപ്പൻ എന്നെ വിളിച്ചത് കൊണ്ട്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കർത്താവിനായതുകൊണ്ടാണ്. 2017 വരെ ഞാൻ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. 2017 എൻ്റെ കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചു. ദൈവശബ്ദം ഞാൻ നേരിട്ട് കേട്ടു. ഞാനും എൻ്റെ ചെറിയ മോനും ഭർത്താവും അങ്ങനെ ഒരു റൂമിൽ കിടക്കുമ്പോൾ രാത്രി ഏകദേശം 12:30 കഴിഞ്ഞപ്പോൾ മലയാളികൾ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ മോനും മാത്രം. അവർ നല്ല ഉറക്കത്തിലാണ്. ഞാൻ കിടക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ചെവി കൊട്ടി അടയ്ക്കുന്നത് പോലെ ബാഹികമായ ഒരു സൗണ്ടും ഞാൻ കേൾക്കുന്നില്ല. ഇവർ ഉറങ്ങുന്ന അവരുടെ സൗണ്ട് പോലും ഞാൻ കേൾക്കാതെ ഇരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, മകളെ മകളെ എന്നെ വിളിക്കുന്ന ഒരു ശബ്ദം. എനിക്ക് പെട്ടെന്ന് ആരാ എന്നെ വിളിക്കുന്നത്? അപ്പൊ ഞാൻ നോക്കി, ഇവരാണോ എന്നെ വിളിക്കുന്നത്? എന്നാലും എന്നെ മകളേന്ന് വിളിക്കാനായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ മകളേന്ന് വിളിക്കില്ല. എന്താണെന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് നോക്കി. വീണ്ടും ഞാൻ കണ്ണടച്ചു. ആ സമയത്ത് വ്യക്തമായി ഞാൻ വിളി കേൾക്കണം, മകളെ. ഞാൻ
ഇന്നു മുതൽ നിന്നെയും നിന്റെ കുടുംബത്തെയും മേയിക്കും എന്നെന്റെ കർത്താവ് എന്നോട് പറഞ്ഞു. അതെന്റെ അപ്പന്റെ ശബ്ദമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി കേൾക്കുവാൻ തക്കവണ്ണയായിത്തീർന്നു. ഞാൻ സത്യസന്ധതയോടെ ധൈര്യത്തോടെ അന്ന് ഞാൻ എന്റെ കർത്താവിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ തക്കവണ്ണ ഇടയായിത്തീർന്നു. എന്റെ ദൈവം ആ 2017 നവംബർ മാസം 3-ാം തീയതിയാണ് എന്റെ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത്. അതിന്റെ ശേഷം ഈ 2024 ഈ ദിനം വരെയും എന്റെ ജീവിതത്തിൽ അന്നുള്ള ആഹാരം എന്റെ കർത്താവ് എനിക്ക് തന്നു. പലപ്പോഴും എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എടുക്കുവാനില്ലാതെ ഞാൻ ഭാരപ്പെട്ട സമയങ്ങളിൽ, ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ കൂടി അനേക പാട്ടുകൾ എഴുതുവാൻ തക്കവണ്ണം കർത്താവിനെ സഹായിച്ചു. എന്റെ ജീവിതത്തിൽ അന്നന്ന് വേണ്ട ആഹാരം തന്ന് എന്നെ വഴി നടത്തുന്ന ദൈവം, ഹല്ലേലൂയ. സ്നേഹിച്ചവരെല്ലാം മാറിയപ്പോൾ, കരുതിയവരെല്ലാം കൈവിട്ടപ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി കരുതി എന്റെ വിഷയങ്ങളുടെ മേൽ എനിക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ ദൈവ സ്നേഹം എനിക്കത് വർണ്ണിക്കുവാൻ അസാധ്യമല്ല. എന്റെ നാവിനാൽ അത് വർണ്ണിക്കുവാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുമെന്നോർത്ത് ഞാൻ ഭാരപ്പെട്ട നിമിഷങ്ങൾ, ഹല്ലേലൂയ. ഓരോ സമയങ്ങളിലും സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഫീസ് കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ വളരെ ഭാരപ്പെട്ടു. ഞാൻ കരയാറുണ്ട്. എനിക്ക് ഒരു വിഷയം വന്നാൽ ഞാൻ ആരോടും എന്റെ കാര്യങ്ങൾ പറയാതെ ഞാനിവിടെ കിടന്ന് കരയുന്ന ഒരു അനുഭവം, നിലത്ത് കിടന്ന് ഞാൻ കരയും. ആ സമയങ്ങളിലൊക്കെ ദൈവം എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എന്റെ കർത്താവ് എനിക്ക് കൃപകളാൽ നിറച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും അഭിഷേകത്താൽ കർത്താവ് എന്നെ നിറച്ചുകൊണ്ടിരുന്നു. കൃപാവരങ്ങളാൽ എന്റെ അപ്പൻ എന്നെ നിറച്ചുകൊണ്ടിരുന്നു. എനിക്ക് വരുന്ന വിപത്തുകളെ ദൈവം എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ എന്റെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ 8ാമത്തെ ദിവസം ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, എനിക്ക് മുൻപേ കടന്നു വന്നവർ പലരും നല്ല കഴിവുള്ളവരും, അതുപോലെ അവർ നല്ല നല്ല സ്ഥാനങ്ങളിലെത്തി, ശുശ്രൂഷയിലും അതുപോലെ മാനുഷികമായ രീതിയിലും അവർ എല്ലാത്തിനും മുൻപിൽ കടന്നുപോയി. ഞാൻ എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ എന്നോട് ചോദിക്കരുത് കർത്താവേ എന്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ അപ്പനോട് ആ കിടക്കയിൽ കിടന്ന് ഞാനിങ്ങനെ കമന്ന് നിലത്ത് കിടക്കുകയും ഞാൻ ഒരാളുടെ പാദത്തിൽ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ കൈകളുടെ ഇടയിൽ ഒരു കാൽപാദം വന്ന് നിൽക്കുന്നത് ഞാൻ അറിയുകയാണ്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയില്ല. ആ കാൽപാദം എനിക്ക് വന്നപ്പോൾ ഞാൻ അതിൽ പിടിക്കുന്നത് അവിടെയും ഞാൻ ശബ്ദം കേട്ടു, മകളെ, നീ എന്തിന് ഭാരപ്പെടുന്നു? ഞാനല്ലേ നിന്നെ സ്നേഹിച്ചത്, ഞാനല്ലേ നിന്നെ കരുതുന്നത്, നീ എന്തുകൊണ്ട് ഭാരപ്പെടുന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാനൊരു ചവിട്ടുമെത്തയല്ലേ, പലരും എന്നെ ചവിട്ടി കയറി പോകുന്നല്ലോ അപ്പ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ, വാ മകളെ, നിന്നെ ഞാൻ കാനാവിലെ വിവാഹ ഭവനത്തിൽ കൊണ്ടുപോകാം. അവിടെ കൽപാത്രങ്ങൾ, പുറത്തു കിടന്ന കൽപാത്രങ്ങളെ എന്റെ ഒരു നോട്ടത്തില് അതിന്റെ കളറ് മാറി, അതിന്റെ സ്ഥാനം മാറി, അതിന്റെ ഇടം മാറി. അതുപോലെ നിന്റെ ജീവിതത്തെ ഞാൻ തീർക്കും. എനിക്ക് സമയമുണ്ട്. എന്റെ സമയത്ത് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാനും ആ കാൽപാദത്തെ പിടിച്ചു കിടക്കുവാനും എനിക്ക് കഴിഞ്ഞു. അതേ ശേഷം പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ കാൽപാദവും ആ വ്യക്തിയും അവിടെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മോൻ ഇന്ന് BA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലസ്സൻ എന്നാണ് എന്റെ മൂത്ത മോന്റെ പേര്. ഇളയ മോന്റെ പേര് ബ്ലേസ് എന്നാണ്. ഇളയ മോൻ 9ാം സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നു. എന്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അനേക സഹോദരങ്ങൾ ഇവിടെ നിന്ന് ഇട്ട് മാറിപ്പോയ ഈ ദേശത്ത് ഏകദേശം 28 വർഷങ്ങളായി കർത്താവിന്റെ വയലിലായിരിക്കാൻ തക്കവണ്ണം എനിക്ക് കർത്താവ് സഹായിക്കുന്നു. ബീഹാർ എന്ന് പറഞ്ഞാൽ മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഈ ദേശത്ത് നോർത്ത് ബീഹാറിൽ ബാഗൽപൂർ എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. ഇനി എന്റെ മിനിസ്ട്രിയുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞങ്ങൾ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവിടെ ആ ഭവനം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് തന്നെ ആ ഭവനത്തിൽ വളരെ ദുഃഖം അനുഭവിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. കാരണം അവർ ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കുവാൻ കിട്ടില്ല. അവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം അവർക്കായി ലഭിക്കപ്പെടത്തില്ല. അങ്ങനെ ആ ഭക്ഷണം ആരോ എടുത്തോണ്ട് പോകും. വലിയ വലിയ ഡ്രമ്മുകളിലാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ, അരി, അതുപോലെ ഗോതമ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അവർ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ സംഭവം അവിടെ കാണത്തില്ല.
അതെല്ലാം വാരിക്കൊണ്ട് പോകുന്നത് പോലെ, തുടച്ചു മാറ്റുന്നത് പോലെ ഒരു അനുഭവം ആ കുടുംബത്തിലുണ്ടായിരുന്നു. അത്ര പൈശാചിക ശക്തിയാല് പിടിക്കപ്പെട്ട ഒരു കുടുംബം. എന്നാൽ ആ കുടുംബത്തിൽ കർത്താവിന്റെ ദാസൻ അവിടെ കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതം അവിടെ നടന്നു. പിറ്റേ ദിവസം അവർ ഒരുക്കി വെച്ച സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. ആ ഭവനത്തിൽ 5 പേർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. ആ ഗ്രാമത്തിൽ പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നു. എന്നാൽ ആ ഗ്രാമത്തിൽ പല പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ കടന്നു വന്നത് ആ ഗ്രാമവാസികൾക്ക് ഇഷ്ടമില്ലാതെ വന്നു. അത് ഞങ്ങൾക്കൊരു പ്രയാസമായി മാറി. പലപ്പോഴും അവര് വളരെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അതിന്റെ മധ്യത്തിൽ കടക്കേണ്ടത് വന്നു. ഒരു ദിവസം ഇവിടെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഫോൺ വരുന്നു. എത്രയും വേഗം ദേവദാസ് നിങ്ങൾ ഇങ്ങോട്ട് വരണം, വന്ന് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതൊരു ട്രാപ്പായിരുന്നു. അവര് നമ്മളെ ഉപദ്രവിക്കുവാൻ വിളിച്ചതായിരുന്നു. എന്നാൽ ഉപവാസത്തിന്റെ മധ്യത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചു, ആ യാത്ര സഫലമാക്കരുത്, അത് പോകാൻ പാടില്ല എന്ന് ദൈവാത്മാവ് വിലക്കിയുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കാതെ തന്നെ ഇവിടുന്ന് 2 പേർ കടന്നുപോയി. എന്നാൽ വഴിയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു പയ്യൻ മാറി നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ കടന്നു വരരുത്, അത് ഉപദ്രവിക്കുവാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മടങ്ങി വരുവാൻ തക്കൊണ്ടയായി തീർന്നു. അത്ഭുതകരമായി കർത്താവ് ഞങ്ങളെ വഴി നടത്തി. അതുപോലെ കഴിഞ്ഞ 22-ാം തീയതി ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധി മിനിസ്ട്രിയിൽ ആ ചർച്ചിൽ തന്നെ ഉണ്ടായി. ഞങ്ങൾക്ക് മീഡിയക്കാരൊക്കെ വന്നു ഞങ്ങളെ വളരെ പ്രയാസം വരുത്തി. ഞങ്ങൾക്ക് ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ഓരോ ദിവസവും ആരാധന നടത്താൻ നിൽക്കുമ്പോൾ വളരെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആ സമയങ്ങളിൽ ദേവദാസൻ കേരളത്തിൽ കടന്നു പോയിരിക്കുകയായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ദേവദാസനെ സമയത്തുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം വളരെ രൂക്ഷമായി തീർന്നേനെ. എങ്കിലും കർത്താവ് ആ സമയത്തും കർത്താവിന്റെ ദാസനെ അവിടുന്ന് മാറ്റുവാൻ തക്കമിടയായി തീർന്നു. അങ്ങനെ പ്രതികൂലങ്ങൾ അടിക്കടി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനു മുൻപായി ദൈവാത്മാവ് എന്നെ അറിയിക്കും. അങ്ങനെ കർത്താവ് ഞങ്ങളെ നിർത്തി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, അവർ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ദൈവം വാഗ്ദത്തം എനിക്ക് തന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഞങ്ങൾ ഈ ദേശത്തായിരിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ ആ പറഞ്ഞ ഭവനത്തിൽ അവരുടെ മുറ്റത്ത് നമ്മൾ തന്നെ പണിത ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലാണ് ഇപ്പോൾ ആരാധിക്കുന്നത്. പിന്നെ ഞാൻ ഈ പാർക്കുന്ന ഭവനത്തിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ബീഹാറിലും ഇത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഹൗസ് ചർച്ചുകളാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പോയി ആരാധന നടത്തും. അങ്ങനെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ദൈവം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് അത്ഭുതകരമായി പറയുവാൻ കൊണ്ടയായി തീരും. 2020 ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അന്ന് നമ്മളുടെ ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു. 2020 ഞങ്ങൾ ഒരു ദൈവദാസനെ ഞങ്ങളുടെ ഒരു വാഹനം ഇവിടെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ ആരാധന നടത്തുവാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ ഫോൺ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ നമ്മുടെ വാഹനം മോഷണം പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കായിരുന്നു, നഷ്ടപ്പെട്ടു. വളരെ വേദന ഞങ്ങൾക്ക് തോന്നി. എന്ത് ചെയ്യും, ഇനി ചെന്നാൽ എത്ര ദൂരം നടക്കണം, ഭാരപ്പെട്ട് കരഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, അത്ഭുതകരമായി കർത്താവ് അതിനും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ വാഹനം നഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മടങ്ങി ഇവിടെ വരുവാനിടയായി തീർന്നു. 15-ാം തീയതി ഇവിടെ മടങ്ങി വന്നു. 22-ാം തീയതി മുതൽ ലോക്ക്ഡൌൺ ആരംഭിച്ചു. ഞങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വാഹനം തന്നു. അതും എന്റെ കർത്താവിന്റെ ദർശനത്തിൽ കാണിച്ചു. എന്റെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു മനോഹരമായ ബൈക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതേപോലെ സെയിം ആ ബൈക്ക് കർത്താവ് ഞങ്ങൾക്ക് പുതിയത് നൽകുവാൻ തക്കമിടയായി തീർന്നു. ബീഹാറിലൊക്കെ ഒരു കാര്യങ്ങൾ നഷ്ടമായാൽ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളേറിയ കാര്യമാണ്. അതിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ആ ബൈക്കിന്റെ തുക 1 വർഷം കഴിഞ്ഞപ്പോൾ മടക്കി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വഴികളെ വർണ്ണിക്കുമ്പോൾ ഹല്ലേലൂയ, അസാധ്യം എന്ന് മനുഷ്യർ കരുതുമ്പോൾ ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സകലതും സാധ്യമാക്കി തരുന്നു. ഇന്ന് വരെ എനിക്കറിയാത്ത വ്യക്തികൾ, ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയല്ല നിൽക്കുന്നത്, സ്വർഗത്തിലെ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുന്നു. സ്വർഗത്തിലെ ദൈവം വേലയ്ക്ക് ഇറക്കിയെങ്കിൽ കർത്താവ് കരുതുവാൻ ശക്തനാണ്. ദൈവത്തിന്റെ പദ്ധതികള്, പ്ലാനുകള് ഒക്കെ ഞങ്ങളോട് കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളിലൂടെ കർത്താവ് നിവർത്തിച്ചു കൊണ്ടുവരുന്നു. സ്തോത്രം.
ഈ ബീഹാർ എന്ന ഈ ദേശത്ത് ദൈവമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. അതാണ് എന്റെ സാക്ഷ്യം. കർത്താവ് ഞങ്ങളെ നിർത്തി. സ്വർഗത്തിലെ അപ്പന്റെ കൃപയാണ് ഞങ്ങൾ ഇത്രത്തോളം നിന്നത്. സ്തോത്രം. എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രതികാൽ പ്രാർത്ഥിക്കണമേ. ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട് എന്ന് ഞങ്ങൾ തോന്നിയ ആ സ്ഥാനങ്ങളിൽ ദൈവം കരം പിടിച്ച് ഞങ്ങളെ ഉയർത്തി കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. വളരെ പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിൽ പിന്മാറാതെ നിൽക്കുവാൻ സ്വർഗത്തിലെ അപ്പന്റെ കൃപയാണ് എനിക്ക് നൽകി തന്നത്. സ്തോത്രം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഞങ്ങളെ വഴി നടത്തി. ഇപ്പോഴും കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് അനേകരുടെ പ്രാർത്ഥനയാണ് ബീഹാറിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രത്തോളം എനിക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.